உடைய பத்மநாபன் கையில் ஆழி போல் மின்னி வலம்புரி போல் நின்றதேர்ந்து தாழாதே ஷார்கம் உதைத்த சரமழை போல் வாழ உலகினில் வாழ உலகினில் பெய்திடாகும் மார்கழி நீராட மகிழ்ந்தலோரம் பாவா. Hare Krishna. Hare Krishna, thank you, very nice. Now we are splitting into the rooms. I request all the speakers, UAE timings, it is 6:20 around or 25 max, and Indian time 7:50 maximum 7:55. We have to close the rooms. Hare Krishna. Yes, Hare Krishna, Prabhu. Yeah. Hare Krishna. Mataji, can I get the... Hare Krishna. Hare Krishna. Tangam Mataji, paadikollu. Hare Krishna. Kekundo. Kekkundu. Paadikollu Mataji. ஆழிமலை கண்ணா ஒன்று நீ கை கரமே ஆழிமலை கண்ணா ஒன்று நீ கை கரமே ஆழியோள் பூக்க முகந்து கோடார் தேரி ஆழியுள் பூக்கு முகந்து கோடார் தேரி ஊழி முதல்வன் உருவம் போல்மை கருத்து ஊழி முதல்வன் உருவம் போல்மை கருத்து பாழியம் தோளுட பத்மநாபன் கையில் பாழியம் தோளுட பத்மநாபன் கையில் ஆழி போல் மின்னி வலம்புரி போனின்றறிந்து ஆழி போ மின்னி வலம்புரி போனின்றறிந்து தாழதே சார்கம் முதைத்த சரமழை போ தாழதே சார்க முதைத்த சரமழை போ வாழ உலகில் பெய்திடாய் நாங்களும் வாழ உலகில் பெய்திடாய் நாங்களும் மார்கழி நீராட மகிழ்ந்தேலோரெம்பவாய் மார்கழி நீராட மகிழ்ந்தேலோரெம்பவாய் ஆழிமழை கண்ணா. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തങ്കം മാതാജി വളരെ വളരെ അത്ഭുതമായിട്ടാണ് പാടിയത് മാതാജി. വളരെ വളരെ നന്ദി. ആഴിമഴை കണ്ണാ ഒன்று നീ കൈകരവേൽ അഴിയിൽ പുകുമുകந்து കോടരത്ത് ഏറി ഉഴി മുതൽവൻ ഉരുവം പോൽ മെയ്കരുത്ത് പഴിയം തോലുടയാய் പത്മനാഭൻ കയ്യിൽ ആഴിപ്പോൽ മിന്നി വളംപൊരി പോൽ நின்று அதிர்ந்து தாழாதே சாரங்கம் உதைத்த சரமழை போல் வாழ உலகினின் പെയ്തിതായി നാങ്കളും മാർഗയിൽ നീരാട മകിന്തേലോർ എമ്പാവായ് എന്ന് അത്ഭുതമായിട്ടുള്ള ഒരു പാസുരമാണ് ഇന്നത്തെ പാസുരം. 4ാമത്തെ പാസുരം ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ
ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് കാണാൻ പോകുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആണ്ടാൾ 3 പാസുരങ്ങൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ പാസുരത്തിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇത് ആർക്ക് വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ ക്രമം, അതിനെക്കുറിച്ചൊക്കെ ആദ്യത്തെ പാസുരത്തിൽ പറഞ്ഞു. ആദ്യത്തെ പാസുരത്തിൽ പറഞ്ഞു നാരായണനെ നമുക്കേ പദവി തരുവാൻ, ആ നാരായണൻ തന്നെയാണ് അവരുടെ അടുത്ത് തന്നെയാണ് പോകേണ്ടത് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പാസുരത്തിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പാൽക്കടലിൽ പള്ളികൊണ്ടിരിക്കുന്ന ഭഗവാൻ, അതായത് തൃപ്പാൽക്കടലിൽ ആദിശേഷന്റെ മേളിൽ കിടക്കുന്ന ഭഗവാൻ, അദ്ദേഹത്തിനെയാണ് നമ്മൾ സങ്കീർത്തനം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. നാരായണൻ എന്ന് ആദ്യം പറഞ്ഞു. പാൽക്കടലിൽ കിടക്കുന്ന വിഷ്ണു എന്ന് രണ്ടാമത്തെ പാസുരത്തിൽ പറഞ്ഞു. മൂന്നാമത്തെ പാസുരത്തിൽ പെട്ടെന്ന് തന്നെ പറഞ്ഞു ഓങ്കിയുളകലന്റെ ഉത്തമൻ പേർപാടി, അതായത് ആ വാമനമൂർത്തിനെയാണ് നമ്മൾ ജപിക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ആദ്യം ഭഗവാന്റെ പേര് പറഞ്ഞു, പിന്നെ എവിടെയാണ് അദ്ദേഹത്തിന്റെ നിവാസസ്ഥാനം അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് വാമനമൂർത്തി, ആ കിടക്കുന്ന ഭഗവാൻ എണീറ്റ് കഴിഞ്ഞു എന്ന് പറയുന്നു. ഇപ്പോൾ ഭഗവാനെ ഒരു കാര്യം ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഓർഡർ ആണ് കൊടുക്കുന്നത്. ഇതെന്താണ് മാഷെ? ഭക്തന്മാര് ഭഗവാന്റെ അടുത്ത് യാചിക്കുകയല്ലേ ചെയ്യുന്നത്, ഭഗവാനെ പൂജിക്കുകയല്ലേ ചെയ്യുന്നത്? ഇതൊരു ഓർഡർ ആയിട്ടാണെന്നല്ലോ മാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ശ്ലോകം എന്ന് പറയുന്നത് ഇതൊരു ഓർഡർ തന്നെയാണ്. ആണ്ടാൾ പറയുന്നു, ആജ്ഞാപിക്കുന്നു, അതായത് എനിക്ക് ഇത് കിട്ടണം എന്നാണ് ആജ്ഞ കൊടുക്കുന്നത്, യാചിക്കുകയല്ല. പക്ഷെ ആജ്ഞ ആർക്കാണ് കൊടുക്കാൻ പോകുന്നത്? പർജന്യമായിട്ടുള്ള ദേവതേനെയാണ് കൊടുക്കാൻ പോകുന്നത്. പർജന്യ എന്ന് പറയുന്നത് ഇന്ദ്രൻ. ഇന്ദ്രനാണല്ലോ നമുക്കെല്ലാവർക്കും മഴ തരുന്നത്. നിങ്ങൾ ഓർക്കുക, പുറത്തിൽ പറയുന്ന കാരണം എന്താണ്? ഈ വ്രതം ചെയ്യുന്ന കാരണം എന്തുകൊണ്ടാണ്? എല്ലാരും പറഞ്ഞു ഈ ശ്രീവല്ലിപുത്തൂർ എന്ന് പറയുന്ന ആയർപ്പാടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു വലിയ സമൃദ്ധി വരണം എന്നുണ്ടെങ്കിൽ മഴ പെയ്തേ പറ്റൂ. അപ്പോൾ ആ മഴയുടെ കാരണം പറഞ്ഞിട്ടാണ് ഈ വ്രതമൊക്കെ ചെയ്യുന്നത്. പക്ഷെ മനസ്സിലെന്താണ്? ഭഗവാന്റെ കൃഷ്ണന്റെ അനുഭവങ്ങളായിട്ടുള്ള മഴയാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ഈ മഴ എന്ന് പറയുന്നത് അതിന്റെ കാരണത്താൽ മൂന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു മുമ്മാരി പെയ്ത്, അതായത് 3 തവണ മാസത്തിൽ നല്ലതായിട്ട് മഴ പെയ്യണം എന്ന് യാചിച്ചു. പക്ഷെ യാചിച്ചു കഴിഞ്ഞിട്ട് ആണ്ടാൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ എന്തിനു യാചിക്കേണ്ടത്, ഞാൻ എന്തിനാണ് ഈ റിക്വസ്റ്റ് കൊടുക്കേണ്ടത്? ഞാൻ അങ്ങ് ഓർഡർ തന്നെ ചെയ്യാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ആണ്ടാൾ ഇങ്ങനെ ഓർഡർ ചെയ്യുന്നത് അത് നമുക്ക് കാണാം. പക്ഷെ അതിനു മുമ്പ് ഇതിന്റെ പദവുര, അതായത് ഇതിന്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ പറയുന്നു ആഴി മഴൈ കണ്ണാ. ഇതിനെ 2 വ്യത്യാസമായിട്ടാണ് ഇത് വായിക്കേണ്ടത്. ആഴി മഴൈ കണ്ണാ, കൃഷ്ണനെ കണ്ണാ എന്ന് വിളിക്കുന്നു. പക്ഷേ ഇതിനെ തിരിച്ചു വായിച്ചു കഴിഞ്ഞാൽ ആഴി മഴയ്ക്ക് അണ്ണ എന്നും വായിക്കാം. ആഴി മഴയ്ക്ക് അണ്ണ, അതായത് മഴയുടെ ആരാണ് അധിപതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴയുടെ അധിപതി പർജന്യമായിട്ടുള്ള ദേവത വരുണനാണല്ലോ. അപ്പോൾ വരുണനെ അണ്ണൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആഴി മഴയ്ക്ക് അണ്ണ. പക്ഷെ ആണ്ടാളും ഗോപസ്ത്രീകൾക്കും ഇന്ദ്രൻ, വരുണൻ, ചന്ദ്രൻ ഇവരെ ആരും അവരല്ല നോക്കുന്നത്. അവർ നോക്കുന്ന ആരെയാണ്? കൃഷ്ണനെയാണ് നോക്കുന്നത്. അപ്പോൾ വരുണദേവതനാണ് നമുക്ക് എല്ലാവർക്കും മഴ കൊടുക്കുന്നത്. പക്ഷേ ആ വരുണദേവന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഭഗവാനെ തന്നെയാണ് പറയുന്നത് ആഴി മഴൈ കണ്ണ. കണ്ണനെ ഞാൻ നിങ്ങൾക്ക് തന്നെയാണ് പറയാൻ പോകുന്നത്. എന്താണ് പറയാൻ പോകുന്നത്? ഒന്നും നീ കൈകരവേൽ. നിന്റെ ആ ആഴിക്കൊപ്പം ഗുണങ്ങൾ നിറഞ്ഞവനെ ഒരു കാരണവശാലും ഞങ്ങളെ മറക്കരുത്. നിങ്ങൾ എങ്ങനെയാ മറക്കുന്നത്? നിങ്ങൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോപക സ്ത്രീവരും അല്ലേ? അങ്ങനെ മറക്കുന്നില്ലെങ്കിൽ നിന്റെ കൈകൾ അങ്ങ് ചുരുക്കല്ല്. കൈകൾ ചുരുക്കുകയോ? അതെന്തിനാ അങ്ങനെ പറയുന്നത്? പറയുന്നു ഈ മേഘങ്ങളായിട്ട് നിങ്ങളുടെ കൈകളായിട്ട് നിങ്ങൾ വരിക, വന്നിട്ട് ആ കടലിൽ നിന്നും ആ വെള്ളത്തിന്റെ അകത്തിന്ന് ആ ബാഷ്പമായിട്ട് ആ വെള്ളം എടുക്കുക. ഉപ്പുവെള്ളമല്ലേ അത്? അപ്പോൾ ആ ഫോട്ടോസിന്തസിസ് പ്രോസസ് എന്ന് പറയുന്നത് പോലെ ആ മേഘങ്ങളിൽ നിന്നും കൈകൾ നല്ലതായിട്ട് വിരിഞ്ഞിട്ട് അതിൽ നിന്ന് ആ വെള്ളം എടുക്കുക. ആ വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ആയർപ്പാടി കുലത്തിൽ
നല്ലതായിട്ട് മഴ പെയ്യുക. ഇതാണ് ചുരുക്കി പറയുന്നത്. അപ്പൊ അത് പറയുന്നു, നീ കൈക്കരവേൽ. നീ കൈക്കരവേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ പറയുന്നു എന്താണ് ചെയ്യേണ്ടത്. പിടിച്ചു നിൽക്കാതെ, കൈക്കരവേൽ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കാതെ, പിടിച്ചു വെക്കല്ലേ, നല്ലതായിട്ട് മഴ പെയ്യണം. എത്ര നല്ലതായിട്ട് മഴ പെയ്യാൻ പറ്റുമോ അത്രയും നല്ലതായിട്ട് മഴ പെയ്യും. എങ്ങനെയാണ് മഴ പെയ്യേണ്ടത്? ഒന്ന് നീ കൈക്കരവേൽ, ഒന്നും എന്തും നോക്കാതെ നിങ്ങൾ അങ്ങ് കൈകൾ പിടിച്ചു നിൽക്കാതെ നല്ലതായിട്ട് മഴ പെയ്യുക. എവിടെ നിന്ന് മഴ പെയ്യേണ്ടതാണ്? ആഴിയുൾ പുക്ക്. ആഴി എന്ന് പറഞ്ഞാൽ സാഗരം. ഇവിടെ സമുദ്രത്തിനെയാണ് പറയുന്നത് പ്രവേശിക്കുക. ഇതേ ശ്ലോകത്തിൽ ആണ്ടാൾ വളരെ ബുദ്ധിപൂർവമായിട്ടാണ് പറയുന്നത്. ആചാര്യനെയും കുറിച്ച് പറയുന്നു. നമ്മളെല്ലാരും രാവിലെ എണീറ്റ് പാടുന്നതല്ലേ, സംസാരദാവ നലലീടലോക പ്രാണായ കാരുണ്യ ഘനാഘനത്വം. ഘനാഘനത്വം. ഈ സംസാര ധാവനാലയിൽ നമ്മൾ കിടന്ന് പിടയ്ക്കുന്നു, ഈ അഗ്നിയിൽ നമ്മൾ കിടന്ന് പിടയ്ക്കുന്നു. അപ്പോൾ ഭഗവാന്റെ കൃപ കൊണ്ടുവരുന്നത് ആരാണ്? ഈ മേഘശ്യാമലനായിട്ടുള്ള നമ്മുടെ ആചാര്യന്മാർ ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ചാണ് നമുക്ക് പറഞ്ഞു കൊടുത്ത് ഈ താപ അഗ്നിനെ മൊത്തം നശിപ്പിക്കുന്നത്. അപ്പോ ആ മഴ, ഭഗവാന്റെ കൃപ കൊടുക്കുന്ന ഗുരുമഹാരാജാവിന്റെ മഴ എങ്ങനെയായിരിക്കും? ഘനാഘനത്വം. ഒരു ഇടിയും ഒരു മിന്നലും അതെല്ലാം കൂടിയായിരിക്കും ഈ മഴ പെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിൽ. അപ്പോൾ അത് തന്നെയാണ് ആചാര്യനെ പറയുന്നു, ആചാര്യ ഈ സമുദ്രത്തിൽ നിന്ന്, ഏത് സമുദ്രമാണ്? ഭഗവാന്റെ ഗുണങ്ങളായിട്ടുള്ള സമുദ്രം. ആ സമുദ്രത്തിൽ നിന്ന് നല്ലതായിട്ടിരിക്കുന്ന 3 നാമങ്ങൾ എടുക്കൂ. ഹരേ, കൃഷ്ണ, രാമ. ഈ 3 വാർത്തകൾ എടുത്തിട്ട് നല്ലതായിട്ട് ഈ ഭക്തജനങ്ങളുടെ മുകളിൽ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ മുകളിൽ നല്ലതായിട്ട് മഴ പെയ്യുക എന്നും ആചാര്യന് വേണ്ടിയുള്ള ഒരു ശ്ലോകം തന്നെയാണ് ഈ 4ാമത്തെ ശ്ലോകം. അഴിയിൽ പുക്ക്, സമുദ്രത്തിൽ പ്രവേശിക്കുക. മുകുന്തുകോട്, മുഴുവൻ വെള്ളം കുടിക്കുക. അതായത് ഭഗവാന്റെ ഗുണങ്ങളെല്ലാം കുടിക്കുക. ഏറി, ആകാശത്തിൽ ഉയരുക. അർത്ത്, മുഴക്കത്തോടെ മേയ് കറുത്ത് നല്ലതായിട്ട് ഇരുട്ടാകുക. എങ്ങനെ ഇരുട്ടാകണം? ഉരുവം പോൽ, അതായത് ഭഗവാന്റെ ഉരുവം പോൽ ആണ്. അതായത് ഭഗവാന്റെ എങ്ങനെയാണോ രൂപം, മേഘശ്യാമല കോമലാംഗ പീതാസമാരോ സിതുവാമഭാഗ പാനവ മഹാസായ കചരൂപചാപ നമാമി രാമം രഘുവംശനാഥം. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഉടനെ തന്നെ ഭഗവാൻ രാമചന്ദ്രനെയാണ് വിളിക്കുന്നത്. അതെന്താണ് മാഷെ? ആദ്യം നാരായണൻ എന്ന് പറഞ്ഞു, പിന്നെ വൈകുണ്ഠത്തിലിരിക്കുന്ന വിഷ്ണു എന്ന് പറഞ്ഞു, വാമൻ എന്ന് പറഞ്ഞു, ഇപ്പോൾ രാമൻ എന്ന് പറയുന്നു. അതേ ശ്ലോകത്തിൽ കണ്ണൻ എന്ന് പറയുന്നു. എല്ലാരെയും ആണല്ലോ വിളിക്കുന്നത്. അല്ല, ഓരോരോ വിഭവങ്ങളിലും ഓരോരോ അവതാരങ്ങളിലും ഭഗവാന്റെ ആ ദിവ്യ ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു മഴ പെയ്യുക. നിനക്ക് അർഹതയുള്ള ആളായതുകൊണ്ട് പറയുകയാണ്, വരുണദേവത, നീ അതിന്റെ ആ ഹൃദയത്തിലിരിക്കുന്ന കൃഷ്ണ, നീ നല്ലതായിട്ട് മഴ പെയ്യുക. എങ്ങനെയായിട്ട്? രാമന്റെ സാരംഗത്തിൽ നിന്നും അൻപുകൾ വീശുന്നത് പോലെ. ഭഗവാൻ രാമചന്ദ്രൻ ഒരു പ്രാവശ്യം സാരംഗം എടുത്തു കഴിഞ്ഞാൽ, അതിൽ അമ്പുകൾ വീട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് അടിക്കുന്ന എല്ലാ അമ്പുകളും, ആ വില്ലിൽ നിന്ന് വരുന്ന എല്ലാ അൻപുകളും എങ്ങനെയാണ്? ഒരു മഴ പോലെയാണ് രാവണന്റെ മുകളിൽ വീഴുന്നത്. അതുപോലെ ഓരോരോ തുള്ളി മഴയും, ഈ മേഘത്തിൽ നിന്ന് വീഴുന്ന ഓരോരോ തുള്ളി മഴയും എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ അദ്ഭുതമായിട്ട് ആയിരിക്കണം. ഈ ഓരോരോ മഴത്തുള്ളികളും സാരംഗൻ എന്ന് പറയുന്ന രാമന്റെ സാരംഗത്തിൽ നിന്നും വരുന്ന ഓരോരോ അൻപും, വില്ലിൽ നിന്ന് വരുന്ന ഓരോരോ അൻപ് എങ്ങനെയായിരിക്കുമോ അങ്ങനെയായിരിക്കും മഴ പെയ്യേണ്ടത്. അപ്പോൾ മഴ മാത്രം അങ്ങനെ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴ മാത്രമല്ല. ഭഗവാന്റെ കാർമേനി കണ്ടിട്ടുണ്ടോ? ഭഗവാന്റെ നെറ്റി കണ്ടിട്ടുണ്ടോ? എത്ര കറുത്തതാണ്! നിന്റെ ഭഗവാനായ കണ്ണന്റെയും നെറ്റി അത്രയും, ശ്യാമസുന്ദരന്റെയും നെറ്റി അത്രയും കറുത്തതാണ്. അതുപോലെ മേഘശ്യാമല കോമലാംഗനെ പോലെ നല്ലതായിട്ട് ആ മേഘങ്ങൾ, കാർമേഘങ്ങൾ നിങ്ങൾ കാണൂ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ? നമ്മുടെ കണ്ണനെ ഓർമ്മ വരുന്നില്ലേ? നമ്മുടെ കൃഷ്ണനെ ഓർമ്മ വരുന്നില്ലേ? അപ്പോൾ ഇടി മഴ, ഇടിയും ഉണ്ടാകണം, മഴയും ഉണ്ടാകണം, ഇരുട്ടാകണം. ആ ഇരുട്ട് കാണുമ്പോൾ കൃഷ്ണനെ ഓർക്കണം. അപ്പോൾ ഈ ഉരുവം എന്ന് പറയുന്ന ഒരു ദൈവീക ശരീരം പോലെയാണ്.
അപ്പോൾ ഈ ഉരുവം പോൽ എന്ന് പറയുന്നത് ഒരു ദൈവിക ശരീരം തന്നെയാണ്. ഉഴിമുതൽവൻ, ഈ മുതൽവനായിട്ടുള്ള ഭഗവാനെ ആണ് കാലത്തിനും എല്ലാത്തിനും മൂലകാരണങ്ങളായ കാരണക്ഷനായ ഭഗവാനെ ആണ് നമുക്ക് ആലോചിക്കേണ്ടത് എന്ന് പറയുന്നു. പക്ഷേ ഈ മഴ എങ്ങനെയായിരിക്കണം? ഇടിമിന്നൽ പോൽ. ഇടിയും വേണം, മിന്നലും വേണം. അതെന്താ മാഷെ, ഭഗവാന്റെ അടുത്ത് ഇടിയും മിന്നലും എവിടെയാണെന്ന് ചോദിച്ചാൽ, നിன்றതിർന്ന്, നീ ആദ്യം നിൽക്കൂ, ഇതുവരെ കിടന്നിരുന്നു, പിന്നെ വാമനദേവനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു, ഇപ്പോൾ നിൽക്കൂ, ഞാൻ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കൂ, ഇടിയും മഴയും ഉണ്ടാക്കൂ. വലംപുരി പോൽ, വലം എന്ന് പറഞ്ഞാൽ ആ മഴ വരുമ്പോൾ ആ ഇടി വരത്തില്ലേ, അപ്പോൾ ഒരു ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. ആ തണ്ടർ, ആ ശബ്ദമാണ് നമ്മൾ ആദ്യം മിന്നൽ നോക്കുന്നു, അത് കഴിഞ്ഞ് ആ ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം എങ്ങനെയായിരിക്കണം? ഭഗവാനെ, നിന്റെ കയ്യിൽ പാഞ്ചജന്യമുണ്ടല്ലോ, ആ പാഞ്ചജന്യം ഊതുമ്പോൾ ഏത് ഇടി വീഴുന്ന പോലെയാണ് അസുരന്മാർക്ക് കേൾക്കുന്നത്. അതുപോലെ ആ പാഞ്ചജന്യൻ ആയിട്ടുള്ള ശങ്കിന്ന് വരുന്ന ശബ്ദമായിട്ടായിരിക്കണം ഇടി വരുന്നത്. അപ്പോൾ മിന്നലോ, നിങ്ങളുടെ മറ്റൊരു കയ്യിൽ ഒരു ചക്രമുണ്ടല്ലോ, ആ ചക്രത്തിൽ നിന്നും ഓരോരോ ചക്രം, ഈ വിദ്യുത്തെ ഭാസ്കരപ്രിയ എന്നാണ് പറയുന്നത്. അതായത് ഈ ഭാസ്കരനായിട്ടുള്ള 1000 ഭാസ്കരൻ, അതായത് 1000 സൂര്യങ്ങൾ തേജസ്സുള്ള ഈ സുദർശന ചക്രം, ഈ ചക്രം അങ്ങ് പ്രയോഗിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്നത് എന്താണ്? ഓരോരോ നിമിഷവും വലിയ വലിയ ഒരു മിന്നലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ് നീ മഴ പെയ്യേണ്ടത്? ഇടിയും ഉണ്ടാവണം, മിന്നലും ഉണ്ടാവണം. ഭഗവാൻ രാമചന്ദ്രന്റെ സാരംഗത്തിൽ നിന്നും വരുന്ന വില്ലുകൾ പോലെ മനോഹരമായിട്ടുള്ള ആ അൻപുകൾ ആ വില്ലിൽ നിന്ന് വരുന്ന പോലെ മഴത്തുള്ളികൾ ഉണ്ടാവണം. വലംപുരി പോൽ, ശംഖു പോലെ ഇടക്കൈയിൽ, പായി തോൾ ഉദയ, വലതും മനോഹരമായ തോളുകളവനെ. അപ്പോൾ ഭഗവാന്റെ 2 തോളിനെ കുറിച്ചും പറയുന്നു. ബിഗ് ഷോൾഡേഴ്സ്, ഭഗവാന്റെ ഒരു കയ്യിൽ ശംഖും മറ്റൊരു കയ്യിൽ ചക്രവും. അപ്പോൾ ആ ശംഖ് ചക്രം നോക്കുന്നതിന് മുമ്പ് ഭഗവാന്റെ തോളാണ് നോക്കുന്നത്. രാമചന്ദ്രന്റെ തോള് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ആജാനുബാഹു. ആ വലിയ ബാഹുവിൽ നല്ല തോളുകളാണുള്ളത്. അതിനെക്കുറിച്ചാണ് ഹനുമാനും പറയുന്നത്, എത്ര നല്ല നീണ്ട തോളുകളാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ആ പത്മനാഭന്റെ കയ്യിൽ ഉള്ള മനോഹരമായിട്ട് നമ്മൾ ഇപ്പോഴും പോയി കാണാം. നമുക്ക് എവിടെ പോയി കാണാം? തിരുവനന്തപുരത്തിൽ പത്മനാഭനെ കാണാം. പത്മനാഭനെ കാണുമ്പോൾ നമുക്ക് നല്ലതായിട്ട് കാണാം, ഒരു കയ്യിൽ പത്മം ഉണ്ടാവും. അതുപോലെ ഭഗവാൻ ഇങ്ങനെ ശയനിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനത്തെ പത്മനാഭന്റെ തോളുകൾ നമുക്ക് നല്ലതായിട്ട് കാണാം. അപ്പോൾ അങ്ങനത്തെ പത്മനാഭനെയും കുറിച്ച് പറയുന്നു. പത്മനാഭൻ കയ്യിൽ മനോഹരമായ പോക്കിലുള്ളവനെ താഴേതേ, കാലം താമസിക്കാതെ പെട്ടെന്നങ്ങ് മഴ പെയ്യൂ എന്ന് പറയുന്നു. ഇത് ശ്രീമദ് ഭാഗവതത്തിലും നമ്മൾ നല്ലതായിട്ട് നമുക്ക് നല്ലതായിട്ട് നോക്കാം. എന്താണ് നോക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ശ്രീമദ് ഭാഗവതത്തിന്റെ ശ്ലോകത്തിൽ ഒരു 4-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഇത് അത്ഭുതമായിട്ട് നമുക്ക് ഈ ശ്ലോകം കാണാൻ പറ്റും. എങ്ങനെയാണ് മഴ പെയ്യേണ്ടത് എന്ന് പറയുന്നത്. ഇത് 4-ാമത്തെ ശ്ലോകം. വസുക്കാൽ ഉപദത്തെ കാലേ ചായം വിമുഞ്ജതി സംസർവേഷു ഭൂതേഷു പ്രതപൻ സൂര്യവിഭു. പൃഥുമഹാരാജാവിന്റെ ശ്ലോകമാണ്. ആ പൃഥുമഹാരാജാവ് എങ്ങനെയായിരുന്നു, ആ രാജാവ് എങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ ഈ മഴ എങ്ങനെയാണ് പെയ്യുന്നത് എന്നെക്കുറിച്ചും പരീക്ഷിത് മഹാരാജിന്റെ അടുത്ത് സുഖദേവ ഗോസ്വാമി പറയുന്നു. ഈ രാജാവ് പൃഥു സൂര്യദേവനെ പോലുള്ള ശക്തനായിരിക്കും. രാജാവ് എന്ന് പറയുന്നത് സൂര്യദേവൻ പോലെ ആയിരിക്കണം. എന്തുകൊണ്ടാണ് സൂര്യദേവന്റെ ഉപമ കൊടുക്കുന്നത്? സൂര്യദേവൻ തന്റെ സൂര്യപ്രകാശം എല്ലാവർക്കും തുല്യമായി വിതരണം ചെയ്യുന്നത് പോലെ. അപ്പോൾ ഒരു രാജാവും അദ്ദേഹത്തിന്റെ രാജ്യം ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നിയന്ത്രണ എന്ന് പറയുന്നത് തുല്യമായിട്ടായിരിക്കും എല്ലാവർക്കും കൊടുക്കേണ്ടത്. പൃഥ്വിരാജാവ് തന്റെ കാരുണ്യം തുല്യമായിട്ട് വിതരണം ചെയ്യും. എങ്ങനെയാണോ സൂര്യപ്രകാശം തുല്യമായിട്ട് വിതരണം ചെയ്യുന്നത്, അതുപോലെ ഒരു രാജാവ് അദ്ദേഹത്തിന്റെ കാരുണ്യവും തുല്യമായിട്ട് വിതരണം ചെയ്യേണ്ടതാണ്. ഒരു ഉപമയാണ് കൊടുത്തേക്കുന്നത്, ഒരു കമ്പാരിസൺ ആണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതേ ഭാവത്തിലാണ് ആണ്ടാളും പറയുന്നത്. അതുപോലെ സൂര്യദേവൻ 8 മാസത്തേക്ക് വെള്ളം ബാഷ്പീകരിക്കുകയും മഴക്കാലത്ത് അത് സമൃദ്ധമായ തിരകെ നൽകുകയും ചെയ്യുന്നത് പോലെ. അപ്പോൾ സൂര്യദേവൻ എങ്ങനെയാണ് 8 മാസത്തേക്ക് നല്ലതായിട്ട് ആ സമുദ്രത്തിൽ നിന്നും ബാഷ്പം എടുക്കുന്നത്? ആചാര്യന്മാർ അതുപോലെയാണ് ഗുണശീലനായിട്ടുള്ള ഭഗവാനിൽ നിന്നും ഗുണങ്ങളെടുത്ത്
എന്ത് ചെയ്യുന്നു? അത് പിന്നെ മഴക്കാലത്ത് അതിസമൃദ്ധമായി തിരികെ നൽകുകയും. അപ്പോൾ ആ ആചാര്യന്മാർ എപ്പോഴാണോ ഇനിഷ്യേഷൻ നടക്കുന്നത്, ഇല്ലെങ്കിൽ എപ്പോഴാണോ ആചാര്യന്റെ അടുത്ത് ഒരു ശിഷ്യൻ വരുന്നത്, അവർക്ക് ഈ മഴ കൊടുക്കുകയാണ്. ഇതിൽ നിങ്ങൾ വ്യത്യാസം കണ്ടിട്ടുണ്ടോ? ആ സമുദ്രത്തിൽ നിന്ന് എടുക്കുമ്പോൾ ആ ജലം നമുക്ക് ആർക്കും കുടിക്കാൻ പറ്റത്തില്ല. അത് ഉപ്പുള്ള ജലമായിരിക്കും. പക്ഷെ നമുക്ക് കിട്ടുന്ന മഴയോ, ആ മഴ എന്ന് പറയുന്നത് എത്ര വളരെ അദ്ഭുതമായിട്ടുള്ള വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. റെയിൻ വാട്ടർ എന്ന് പറയുന്നത് എത്ര പരിശുദ്ധമായിട്ടുള്ള വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ആ വെള്ളത്തിൽ. പക്ഷേ സമുദ്രവെള്ളത്തിൽ ഉപ്പാണ്. അപ്പോൾ നമ്മൾ തന്നെ സമുദ്രത്തിൽ പോയി എടുക്കാൻ നോക്കിയാൽ നമുക്ക് ഉപ്പ് വെള്ളമേ കിട്ടത്തുള്ളൂ. പക്ഷെ ആചാര്യന്റെ മൂലമായിട്ട്, ആചാര്യന്റെ വകയായിട്ട് നമ്മൾ കാരുണ്യം കിട്ടുകയാണെങ്കിൽ നമുക്ക് മഴവെള്ളം പോലെ അത്രയും അദ്ഭുതമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ രാജാവും പൗരന്മാരിൽ നിന്ന് നികുതി, അതായത് ടാക്സ് എടുക്കുകയും ആവശ്യമുള്ള സമയങ്ങളിൽ ഈ പണം തിരികെ നൽകുകയും ചെയ്യും. അപ്പോൾ ഈ സൂര്യൻ എങ്ങനെയാണോ ഈ സമുദ്രത്തിൽ നിന്നും ഈ ബാഷ്പമായിട്ട് ഈ വെള്ളം എടുക്കുന്നത്, അതുപോലെയാണ് ടാക്സും ഒരു രാജാവ് എടുത്തു പിടിക്കുന്നു എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ശ്ലോകം പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഇതേ പ്രോസസ്സ് തന്നെയാണ് ആണ്ടാളും അവിടെ പറയുന്നത്. പക്ഷെ ഈ പ്രോസസ്സ് പറയുമ്പോൾ എന്ത് പറയുന്നു? കണ്ണാ, ഹേ ഭഗവാനെ, നീ ഉടൻ തന്നെ ഞാൻ ഓർഡർ ചെയ്യാണ്. ഞാൻ യാചിക്കാൻ പോകുന്നില്ല. താമസിക്കാതെ വലിയ തോൾ ഉള്ള പത്മനാഭനെ ശംഖും ചക്രവും ഉപയോഗിക്കുന്ന പോലെ, ശംഖിന്റെ സൗണ്ടിനെ പോലെ ഇടി വരുന്ന സൗണ്ടിൽ മിന്നൽ വരുന്ന, ആ ചക്രത്തിൽ നിന്ന് മിന്നൽ വരുന്ന പോലെ ഉടനെ തന്നെ ഭഗവാന്റെ ഈ സാരംഗം ഉദൈത്ത സാരമഴപ്പോൾ വില്ലിൽ നിന്ന് അമ്പുകൾ ചോരിയുന്നത് പോലെ, ശ്രീരാമന്റെ വില്ലിൽ നിന്നും അമ്പുകൾ ചോരിയുന്ന പോലെ ഉടനെ തന്നെ മഴ പെയ്യിപ്പിക്കൂ. പേയിടയായി എന്ന് പറയുന്നു. മഴ ഉടനെ തന്നെ പെയ്യിപ്പിക്കുക. ശരി, ഇങ്ങനെ ഒരു മഴ വന്നു. മഴ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? ഈ കാലത്ത്, കലിയുഗത്തിൽ ഒരു മഴ വന്നു എന്ന് പറഞ്ഞാൽ ഇടിപൊട്ടൽ നടക്കുന്നു. ഈ സമയം നമ്മൾ കണ്ടിരുന്നു. ഈ വർഷം തന്നെ ഒരു വലിയൊരു മഴ വന്നപ്പോൾ എത്രയോ ആൾക്കാരുടെ വീട്ടിൽ വെള്ളം കയറി. ഫ്രിഡ്ജിന്റെ മുകളിൽ ടിവിന്റെ മുകളിൽ ഫ്രിഡ്ജ്, അതിന്റെ മുകളിൽ സോഫ, എല്ലാവരും ഇങ്ങനെ മഴേന്റെ അകത്ത് ആ വെള്ളപ്പൊക്കം വരുന്നു. അതിന്റെ ഈ ഒരു ഒഴുകൽ തന്നെയാണ് നടക്കുന്നത്. എത്രയോ വീടുകൾ ഒഴുകിപ്പോകുന്നു. ഇങ്ങനെയാണോ മഴ പെയ്യേണ്ടത്? ഇത്രയും മഴ പെയ്തു കഴിഞ്ഞാൽ രാമന്റെ സാരംഗത്തിൽ നിന്നും വരുന്ന അൻപുകൾ പോലെയാണെങ്കിൽ ഇങ്ങനെയല്ലേ മഴ പെയ്യേണ്ടത്? ഒരു വലിയൊരു ദുരന്തം തന്നെ നടക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്ടാൾ പറയുന്നു, ദുരന്തം ഒന്നും നമുക്ക് വേണ്ട. ദുരന്തം വേണ്ട. എങ്ങനെയായിരിക്കണം? മാർഗൈ നീരാട്, എല്ലാവർക്കും ജീവിക്കാൻ നൽകണം. അപ്പൊ ഈ മഴ പെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മുമ്മാരി എന്ന് പറഞ്ഞു. അതായത് ആദ്യത്തെ ദിവസം മഴ പെയ്യണം. മഴ പെയ്തു കഴിഞ്ഞാൽ 9 ദിവസം മഴ പെയ്യാൻ പാടില്ല. അതെന്താ മാഷെ 9 ദിവസം മഴ പെയ്യാൻ പാടില്ല? ആദ്യത്തെ ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഭൂമി ദേവിക്ക് ആ മഴ മൊത്തം അകത്തെടുക്കാനുള്ള ഒരു കഴിവുണ്ട് ഭൂമി ദേവിക്ക്. അപ്പോൾ ആ മൊത്തം മഴ ഭൂമി ദേവിയുടെ മുകളിൽ വീഴുന്നത് അതെല്ലാം അകത്ത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെയാണ് വാട്ടർ ടേബിൾസ് റിപ്ലനിഷ് ആകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ പുല്ലൊക്കെ വളരുന്നത്. അപ്പോൾ 9 ദിവസം പുല്ലൊക്കെ വളരും, നല്ലതായിട്ട് നെൽകതിരുകളൊക്കെ വളരും. അത് കഴിഞ്ഞിട്ട് പിന്നെയും മഴ പെയ്യും. അപ്പോൾ ഒന്നാമത്തെ ദിവസം മഴ, 9ാമത്തെ ദിവസം 9 ദിവസം മഴയില്ല. പിന്നെ 10ാമത്തെ ദിവസം പിന്നെ 9 ദിവസം കഴിഞ്ഞു, 11ാമത്തെ ദിവസം പിന്നെയും മഴ, പിന്നെ 9 ദിവസം മഴയില്ല, 21ാമത്തെ ദിവസം മഴ. അത് കഴിഞ്ഞിട്ട് അടുത്ത 9 ദിവസം 30ാം തീയതി വരെ മഴയില്ല. അപ്പൊ ഇങ്ങനെ ആയിരിക്കും 30 ദിവസം. മഴ 9 ദിവസം, മഴ 9 ദിവസം, മഴ 9 ദിവസം. എന്തുകൊണ്ടാണ് മാഷെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ഷെഡ്യൂൾ തന്നെ നമുക്ക് കിട്ടുമല്ലോ. നിങ്ങളൊക്കെ രാവിലെ എണീറ്റ് വടാമൊക്കെ വെക്കണം, ഇല്ലെങ്കിൽ നല്ല അപ്ലാമൊക്കെ വെക്കണം എന്ന് പറഞ്ഞിട്ട് നല്ല നല്ല സമയമാണോ? വെയിലിൽ നല്ല കാര്യങ്ങളൊക്കെ ഡ്രൈ ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ ഷെഡ്യൂൾ എടുത്ത് നോക്കിയാൽ മതി. ഇന്ന് 1ാം തീയതിയാണോ, 11ആണോ, 21ആണോ? ഈ 3 ദിവസം ആണെങ്കിൽ മഴ പെയ്യും, ഇന്നൊന്നും ചെയ്യണ്ട. അതേ ബാക്കിയുള്ള 9 ദിവസത്തിൽ ഒരു ദിവസം ആണെങ്കിൽ നല്ലതായിട്ട് എന്ത് വേണം, പപ്പടമോ എന്തായാലും നിങ്ങൾ വെച്ചോളൂ, അത് നല്ലതായിട്ട് ചുട്ട് കിട്ടും.
എന്തുകൊണ്ട്? അപ്പോൾ ആ സമയത്ത് നല്ല വെയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു ഷെഡ്യൂൾ തന്നെ കിട്ടും. അത് മാത്രമല്ല, ആൾക്കാർ ഇങ്ങനെ പ്രസംഗിക്കാൻ പോകുമ്പോൾ അവർക്കും അറിയാം, ഇന്ന് നല്ല മഴയായിരിക്കും, ഇന്ന് ആൾക്കാർ വരത്തില്ല, അപ്പൊ ഇന്ന് പ്രസംഗം വെക്കണ്ട, അടുത്ത ദിവസം വെക്കാം. ഇല്ലെങ്കിൽ കല്യാണത്തിന് ആരെങ്കിലും പോവുകയാണെങ്കിൽ അവർക്കും ചടങ്ങ് നല്ലതായിട്ട് അറിയാം, ഇന്ന് കല്യാണം വെക്കണ്ട. എന്തുകൊണ്ട്? 1, 11, 21 ആകുമ്പോഴത്തേക്കും മഴ പെയ്യും. അപ്പൊ ആൾക്കാർക്ക് ബുദ്ധിമുട്ടും, യാഗയജ്ഞങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല മോളിൽ നിന്ന് മഴ പെയ്താൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വൈദിക സിസ്റ്റമായിരുന്നു. മുമ്മാരി പെയ്ത് നല്ലതായിട്ട് മഴ പെയ്യും. അല്ലാതെ ഇടിപൊട്ടലും ഒരു ഒഴുക്കും ഒരു ഫ്ലഡും സിറ്റുവേഷൻ അല്ലായിരിക്കും. അപ്പോൾ പറയുന്നു, നീ ചെയ്യുന്ന ഈ മഴ ഞാൻ പറഞ്ഞത് കൊണ്ട് നീ എല്ലാ മഴയും കൊണ്ട് അങ്ങ് അർപ്പിക്കല്. എന്തുകൊണ്ടാണ്? ഈ മഴ പെയ്യുന്നത് ഒരു നന്മയായിരിക്കും നമുക്ക് തരുന്നത്. ആ നന്മ എങ്ങനെയായിരിക്കണം? മാർഗൈ നീരാട് മകിന്തേലോരെമ്പാവായ്. മാർഗൈ ആയിട്ട് ഈ നോമ്പ്, അതായത് ഈ മാർഗൈ ആയിട്ടുള്ള ഈ വ്രതം ഞങ്ങളായിട്ട് നല്ലതായിട്ട് ചെയ്യണം. എല്ലാവർക്കും സമൃദ്ധി ഉണ്ടാവണം, എല്ലാവർക്കും സുഖമുണ്ടാവണം എന്നൊരു ആഗ്രഹത്തിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മാർഗയുടെ ഭാഗമായി സുഖമായിട്ട് കുളിക്കാൻ ആ മഴ അങ്ങ് തരും. ആലോചിച്ച് നോക്കൂ, അവര് യമുനക്കരയിൽ ഇറങ്ങുന്നു, മോളിൽ നിന്ന് മഴയും നല്ല മൃദുലമായിട്ട് നല്ല ഭംഗിയായിട്ടാണ് പെയ്യുന്നത്. മൊത്തം സ്നാനം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അത് തന്നെയാണ്, സ്നാനം തന്നെയാണ് ക്രമം എന്ന് പറയുന്നു ആണ്ടാൾ. ആയ് മൈ കണ്ണ. ഇപ്പോൾ ഈ ശ്ലോകം ഒന്ന് വായിച്ചു നോക്കൂ. ആയ് മൈ കണ്ണ ഒന്നും നീ കൈക്കരവേൽ അയിൽ പുക്കുമുകന്ത് കോടറുത്തേറേറി ഉഴി മുതൽവൻ ഉർവം പോൽ മെയ്ക്കരുത്ത് പഴിയം തോളുടയായ പത്മനാഭൻ കയ്യിൽ ആയി പോൽ മിന്നി വലംപൊരി പോൽ നിன்று അതിർന്ന് താഴാതെ സാരങ്ങ് മുതൽട്ട സറമറൈപ്പോൾ വാഴുലകനിൽ പെയ്തായ് നങ്കളം മാർഗൈ നീരാട മഹിന്തേലോരെമ്പാവായ്. ഇതൊരു പറയുന്ന വിധം തന്നെ ഒരു ഓർഡറാണ്, ഇത് യാചിക്കുകയല്ല. അപ്പോൾ ആൾക്കാർ ആണ്ടാളുടെ ചോദിക്കുന്നു, ആണ്ടാളെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് ആരാണ്? വിഷ്ണു ചിത്തനല്ലേ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത്? അവരെത്ര എളിമയായിട്ടും നന്മയായിട്ടും മൃദുലമായിട്ടുമല്ലേ പറയുന്നത്. നിങ്ങൾ എന്താണ് ഈ കാര്യം ഇത്രയും ഓർഡറായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിറകിൽ ഒരു കാരണമുണ്ട്. ആണ്ടാൾ എവിടെയാണ് ഇരിക്കുന്നത്? ആണ്ടാൾ പാണ്ഡ്യദേശത്തിലാണ്, ശ്രീവല്ലിപുത്തൂരിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പാണ്ഡ്യദേശത്തിൽ ശ്രീവല്ലിപുത്തൂരിൽ ഇരിക്കുമ്പോൾ പണ്ട് ഈ ശിവമഹാത്മയം ഹാലാസ്യ മഹാത്മയത്തിൽ ഒരു കഥ വരുന്നുണ്ട്. ഈ ദേശന്റെ രാജാവിനെ ഒരു പ്രാവശ്യം ഇന്ദ്രൻ അദ്ദേഹത്തിന്റെ അമരാവതിയിൽ വിളിച്ചായിരുന്നു. അപ്പോൾ ഈ ഇന്ദ്രന്റെ അമരാവതിയിൽ അങ്ങോട്ട് പോകുമ്പോൾ ഈ ഇന്ദ്രൻ വിളിച്ചത് കൊണ്ട് ആ അമരാവതി എന്ന് പറയുന്ന സ്ഥലം അദ്ദേഹത്തിന് അപരിചിതമായിരുന്നു. അപ്പോൾ അമരാവതിന്റെ അകത്ത് ആ പാണ്ഡ്യരാജാവ് പോയപ്പോൾ എല്ലാവർക്കും ഒരു പണ്ടാലൊക്കെ ഇട്ട് എല്ലാവർക്കും വേണ്ടി ഒരു സീറ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഈ ഹാളിന്റെ അകത്ത് പോകുമ്പോഴത്തേക്കും ഒരു സീറ്റിൽ പേര് ഇട്ടിട്ടില്ലേ, റിസർവ്ഡ് സീറ്റ്, ഇവിടെ ആരും ഇരിക്കാൻ പാടില്ല. അപ്പൊ അതുപോലെ ഒരു റിസർവ്ഡ് സെക്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം VVIP ഗസ്റ്റ് ആണ് ഇവിടെ ഇരിക്കേണ്ടത്. അപ്പോൾ ഈ പാണ്ഡ്യൻ എന്ത് ചെയ്തു? ഇയാൾ വിചാരിച്ചു, ഞാനും ഒരു VVIP ഗസ്റ്റ് ആണ്, എന്നെയും വിളിച്ചു വരുത്തിയത് കൊണ്ട് എന്നെ ക്ഷണിച്ചത് കൊണ്ട് ഞാനും ഇവിടെ വന്ന് ഇരിക്കാം എന്ന് പറഞ്ഞു ആ സീറ്റിൽ കയറിയിരുന്നു. പക്ഷെ ആ സീറ്റ് ആരുടെ ആയിരുന്നു? ഇന്ദ്രന്റെ ആയിരുന്നു ആ സീറ്റ്. അപ്പോൾ ഇന്ദ്രന്റെ സീറ്റ്, ഏറ്റവും വലിയ ഹോസ്റ്റ് ആയിട്ട് ഉള്ള ആളിന്റെ സീറ്റിലാണ് ഇരുന്നത് ആര്? പാണ്ഡ്യരാജാവ്. അപ്പോൾ ഇന്ദ്രൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ സീറ്റിൽ ആരോ ഇരിക്കുന്നു. നമ്മളായാലും എന്ത് ചെയ്യും? ശരി, നമ്മളല്ലേ ഈ അതിഥിമാരെ സ്വീകരിച്ചത്, ക്ഷണിച്ചത്, അപ്പൊ അവർ ഇരുന്നോട്ടെ എന്നായിരിക്കണം നമ്മുടെ ധർമ്മം. പക്ഷെ ഇന്ദ്രന് വളരെ അഹങ്കാരമായിരുന്നു. ഇന്ദ്രൻ എന്ത് പറഞ്ഞു? എന്റെ സീറ്റിൽ ഇരിക്കുന്നു, എണീറ്റ് മാറി നിന്ന് മറ്റൊരു സീറ്റിൽ ഇരിക്കൂ എന്ന് പാണ്ഡ്യരാജാവിന്റെ അടുത്ത് പറഞ്ഞു. പാണ്ഡ്യരാജാവിന് അത് അപമാനമായിട്ട് തോന്നിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഉടനെ തന്നെ തിരിച്ചെത്തിയപ്പോഴത്തേക്കും വളരെയായിട്ട് അവരെ നിന്ദിച്ചതുപോലെയാണ് പാണ്ഡ്യരാജാവിന് തോന്നിയത്. ഉടനെ തന്നെ പാണ്ഡ്യരാജാവിലുള്ള സോമസുന്ദരേശ്വരൻ മീനാക്ഷിയുമായിട്ടുള്ള ശിവഭഗവാന്റെ അടുത്ത് അദ്ദേഹം പോയി പരമേശ്വരന്റെ അടുത്ത് യാചിച്ചു. ഈ അധിപതിയായിട്ടുള്ള ഇന്ദ്രന്റെ മേഘങ്ങൾ എല്ലാം ഞങ്ങളുടെ അധിപതിയിലായിരിക്കണം, നിങ്ങൾ അതിന്റെ കൺട്രോൾ എടുക്കുക. സോമസുന്ദരേശ്വരൻ പറഞ്ഞു, അതുകൊണ്ട് എന്താ, നിങ്ങൾ ഇവിടുത്തെ രാജാവല്ലേ, എനിക്ക് വളരെ പ്രിയപ്പെട്ട ഭക്തനല്ലേ. ആ എല്ലാ മേഘങ്ങളും ഇന്ദ്രന്റെ
അദ്ദേഹത്തിന്റെ സോമസുന്ദരൻ, അതായത് ഭഗവാൻ ശിവൻ അദ്ദേഹത്തിന്റെ കയ്യിലാക്കി. അപ്പോൾ ഇന്ദ്രൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു ജൂറിസ്ഡിക്ഷനും നടക്കുന്നില്ല. എല്ലാം ശിവൻ ആണ് ആ സ്ഥലത്ത് ചെയ്യുന്നത്. ഉടനെ തന്നെ താഴെ ഇറങ്ങി വന്നു പാണ്ഡ്യരാജാവിന്റെ അടുത്ത് പറയുന്നു. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ, പൃഥ്വിമഹാരാജാവും നമ്മളിപ്പോ ഭാഗവതത്തിൽ കണ്ടില്ലേ, പൃഥ്വിമഹാരാജാവും ഇനിയും പറയുന്നു എങ്ങനെയാണ് കിങ്, അതായത് ഒരു രാജാവ് എങ്ങനെയാണ് മഴയെടുക്കുന്നതും മഴ കൊടുക്കുന്നതും അത് തുല്യമായിട്ടാണ് ഉപമയായിട്ട് പറയുന്നത്. ഈ എക്സാമ്പിളിൽ പാണ്ഡ്യരാജാവായിട്ടുള്ള പാണ്ഡ്യൻ എങ്ങനെയാണ് മഴയെ കൺട്രോൾ ചെയ്തത് തന്നെയാണ് നമുക്ക് ഉദാഹരണമായിട്ട് കിട്ടുന്നത്. അപ്പൊ പാണ്ഡ്യൻ പറഞ്ഞു, ഒന്നും പറ്റില്ല, നിങ്ങൾ എന്നെ നിന്ദിച്ചു. അപ്പൊ ഇന്ദ്രൻ പറയുന്നു, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നിങ്ങൾ ഒരു ബോണ്ട് പേപ്പറിൽ സൈൻ ചെയ്ത് തരണം. എന്താണ് ബോണ്ട് പേപ്പറിൽ സൈൻ ചെയ്ത് തരേണ്ടത്? എവിടെ മഴ നടന്നാലോ ഇല്ലയോ, പക്ഷെ ഈ പാണ്ഡ്യരാജ്യത്ത് ഒരിക്കലും മഴയുടെ കുറവുണ്ടാവാൻ പാടില്ല എന്ന് എനിക്ക് എഴുതി തരണം. ഇന്ദ്രൻ പറഞ്ഞു, അതിനെന്താ, ഈ സോമസുന്ദരനായിട്ടുള്ള പരമശിവന്റെ അടുത്ത് പറയൂ, എന്റെ മേഘങ്ങളിനെ വിട്ടുവിടൂ എന്ന് പറയൂ. ഞാൻ ഇന്ന് കോൺട്രാക്ട് ബോണ്ട് സൈൻ ചെയ്തു തരാം. ഈ പാണ്ഡ്യദേശത്തിൽ എല്ലാ സ്ഥലത്തും സമൃദ്ധിയായിട്ടുള്ള ഒരു മഴയായിരിക്കും, ഒരിക്കലും അസമൃദ്ധിയായിട്ടുള്ള ഒരു മഴ ഉണ്ടാവില്ല എന്ന് ഞാൻ സൈൻ ചെയ്തു തരാമെന്ന് പറയുന്നു. അപ്പോൾ ആദ്യത്തെ 3 ശ്ലോകത്തിൽ ആണ്ടാൾ പറയുന്നു, ഭഗവാനെ മഴ കൊടുക്കൂ, മഴ കൊടുക്കൂ. ഞങ്ങളുടെ മികുന്നവർ എല്ലാവരും നമുക്ക് പെർമിഷൻ കൊടുത്തത് എന്തുകൊണ്ടാണ്? മഴയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളെ ഈ വ്രതം പാലിക്കാൻ പറഞ്ഞത്. 4ാമത്തെ ശ്ലോകമാകുമ്പോൾ ഈ ബോണ്ട് പേപ്പർ ആർക്കാണ് കിട്ടിയത്? ആണ്ടാളിന് കിട്ടി. ആണ്ടാൾ പറഞ്ഞു, ഞാൻ എന്തിനാണ് യാചിക്കുന്നത്? എനിക്ക് അർഹതയുണ്ടല്ലോ, ഞാൻ പാണ്ഡ്യദേശത്തിലാണല്ലോ, ഞാൻ വില്ലിപുത്തൂരിലാണല്ലോ. പാണ്ഡ്യദേശത്തിന് ആരാണ് പർജന്യനായിട്ടുള്ള ദേവതൻ? അവൻ തന്നെയാണ് ഈ സൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ മഴ പെയ്യും എന്ന്. അപ്പോൾ ഇങ്ങനത്തെ സൈൻ ചെയ്ത് കൊടുത്തിരിക്കുമ്പോൾ ഞാൻ എന്തിനാണ് യാചിക്കുന്നത്? ഞാൻ ഓർഡർ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് കിട്ടേണ്ട മഴ ഉടൻ തന്നെ എനിക്ക് കിട്ടണം എന്ന് പറയുന്നു. ആയി മഴയ്ക്ക് അണ്ണ, അതായത് ആയി മഴയുടെ അണ്ണനായിട്ടുള്ള പർജന്യനെ, ഇല്ലെങ്കിൽ അതിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന ആഴിമഴை കണ്ണ ഒன்றுം നീ കൈകരവേൽ, കൈപിടിക്കല്. അയിൽപുക്ക് മുഖന്ത്, സമുദ്രത്തിന്റെ അകത്ത് പോയി മുങ്ങി മുഖന്ത് കോടറുത്തേഴി മുതൽവൻ ഉരുവം പോൽ, നിന്റെ ശരീര രൂപങ്ങൾ കണ്ടാൽ ശ്യാമമേഖലനായിട്ടുള്ള കൃഷ്ണനെ പോലെ തോന്നുന്നു, ആ ഉരുവം പോൽ തോന്നുന്നു. മെയ് കരുത്ത് പഴിയം തോളുടയ പത്മനാഭൻ കയ്യിൽ, നിന്റെ കയ്യിൽ, പത്മനാഭന്റെ കയ്യിൽ, വളരെ വലിയ തോളുള്ള പത്മനാഭന്റെ കയ്യിൽ അഴിപ്പോൾ മിന്നി വലമ്പരിപ്പോൾ നിன்று, ശംഖിന്റെ ശബ്ദമായിട്ടുള്ള ഇടികളും അതുപോലെ മിന്നലും, ചക്രത്തിൽ നിന്ന് വരുന്ന മിന്നലും, താഴാതെ സാരംഗം ഉദൈത്ത സാരമഴപ്പോൾ, രാമന്റെ സാരംഗത്തിൽ നിന്ന് വരുന്ന ആ അൻപുകളും വായുളകിനിൽ പെയ്തായി. മംഗളകരമായിട്ടുള്ള ഒരു മഴയാണ് നമ്മൾ നോക്കുന്നത്. അത് നീ ഞങ്ങൾക്ക് നൽകും, തരൂ, മാർഗൈ നീരാട മകിന്തേലോരമ്പാവായി. അങ്ങനെ ഞങ്ങൾ അത്ഭുതമായിട്ട് ഈ മാർഗൈ മാസത്തിനെ ഞങ്ങൾ ഈ നോമ്പ്, അതായത് ഈ വ്രതം പാലിക്കാൻ വേണ്ടി നല്ലതായിട്ട് ഈ മഴ തരൂ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ കാണാം. പെട്ടെന്ന് തന്നെ നിങ്ങൾ അൺമ്യൂട്ട് ആയിട്ട് പറയുക, എന്താണ് ഇവിടെ കാണുന്നത്? 5 മിനിറ്റേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് പറയുക. എന്താണ് കാണുന്നത്? ഇപ്പുറത്ത് യമരാജാവായിട്ടാണ് കാണുന്നത്, പക്ഷെ ഇത് ഇന്ദ്രനായിട്ടാണ് സംബോധിക്കുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കാണുന്നു? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയുക. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എന്താണ് കാണുന്നത് പ്രഭു? ആകാശത്ത് ഭഗവാൻ നിൽക്കുന്നു. ഭഗവാൻ, കാർമേഘമായിട്ടുള്ള ഭഗവാൻ. അതിൽ മഴ പെയ്യുന്നത് എങ്ങനെയാണ്? ഓരോരോ അൻപിൽ നിന്നും വീഴുന്ന പോലെയാണ്. അടുത്ത ഫോട്ടോ കാണാം. ഇതിൽ കാണുന്നുണ്ടോ? ഇതിലും ഭഗവാൻ കാർമേഘം പോലെ. ഇതെന്താണ് സൈഡിൽ? ചക്രം. ചക്രം. അതിന്റെ അകത്ത് ശംഖ്. പിന്നെ ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? സാരംഗം പോലുള്ള വില്ല്, അതായത് രാമനെയാണ് ഇവിടെ പറയുന്നത്, ഭഗവാൻ രാമചന്ദ്രൻ. ഇവിടെയോ? ഇവിടെ ഒന്ന് നോക്കി പറയൂ. ഈ ആനകൾ എന്താണ്? ആന എന്താണ് ഉള്ളത്? ആനയുടെ കൊമ്പ് കണ്ടോ? ഒരാൾ ആരോ ഇങ്ങനെ നമസ്കരിക്കുന്നു, കാണുന്നുണ്ടോ? അതാരാണ്? ആർക്കാണ് ആനയുള്ളത്? ഇന്ദ്രൻ. ഇന്ദ്രൻ. ഐരാവതം.
അതിന്റെ മുകളിൽ ആരാണ് ഇരിക്കുന്നത്? ഇന്ദ്രനല്ലേ ഇരിക്കേണ്ടത്. ഇവിടെ ആരാണ് ഇരിക്കുന്നത്? ഭഗവാൻ. ശിവന്റെ ഭഗ- ഗുരുവുണ്ട്. ഭഗവാൻ ചക്രവും ശംഖുമുള്ള ഭഗവാൻ. ആയ്മയെ കണ്ണ അണ്ണൻ, അതായത് നമ്മുടെ ഇന്ദ്ര അണ്ണൻ, അതിന്റെ ഉടമസ്ഥനായിട്ടുള്ള ആരാണ്? കണ്ണൻ, കൃഷ്ണനെയാണ് പറയുന്നത്. പക്ഷെ ശാരംഗമുള്ളത് കൊണ്ട് രാമനെയാണ് പറയുന്നത്. ആചാര്യനും പറയുന്നു എങ്ങനെയാണോ ആചാര്യന്മാർ നമ്മൾ ഇന്ന് പറഞ്ഞു. ഇതാ മുകളിൽ ഇങ്ങനെ നോക്കുന്നു, ഞാൻ ഓർഡർ ചെയ്യാണ് മഴ ഉടനെ തന്നെ വരട്ടെ. ആ കൊമ്പിൽ നിന്നും വരുന്നത് മിന്നൽ നമുക്ക് കാണാം. അടുത്തത് ഇതോ, മിന്നൽ എവിടെയുണ്ട്? ഭഗവാൻ. മിന്നൽ എവിടെ? ശരീരത്തിൽ. ഈ രണ്ട് കൊമ്പുകൾ പോലെയാണ് ആനകൾ. എന്ത് അത്ഭുതമായിട്ടാണ് പറയുന്നത് ആണ്ടാൾ. അതുപോലെ ദാ ഇത് മറ്റൊരു മിന്നലിൽ നിന്ന് വരുന്നു, സാരംഗത്തിൽ നിന്നും വരുന്ന അൻപുകൾ പോലെയാണ് ഈ അത്ഭുതമായിട്ടുള്ള മഴ ചോദിക്കുന്നത്. ഇങ്ങനെ കുറെ ഫോട്ടോസ് നമുക്ക് കാണാം. അപ്പോൾ വളരെ അത്ഭുതമായിട്ടാണ് ശ്ലോകം. 4 ശ്ലോകങ്ങൾ കഴിഞ്ഞു. നാളെ 5ാമത്തെ ശ്ലോകവും നമ്മൾ നോക്കുന്നതായിരിക്കും. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമുണ്ടോ? നോ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഹരേ കൃഷ്ണ. നന്നായിരുന്നു ഇന്നത്തേത്. താങ്ക് യു മാതാജി. നിങ്ങൾ നല്ലതായിട്ട് പാടി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓക്കെ, നമുക്ക് ബ്രേക്ക്ഔട്ട് റൂം ലീവ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.